ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണുവിനോട് വിഷ്ണുവിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ശാലിനിയെ കാണാൻ പോയിരുന്നു അല്ലേ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശാലിനി ഒരു പാവമാണെന്ന്. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു. വിഷ്ണുവിന് സങ്കടം വന്നിട്ട് വെളിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും രോഹിത്തിനെയുമാണ്. ശ്യാമ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് രോഹിത് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ സീമന്തം സത്യാമ്മ നടത്താൻ പോവുകയാണ്, പക്ഷെ കുഞ്ഞേച്ചിയെ മാത്രം വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെല്ലാം കാരണം കുഞ്ഞേച്ചിയാണ്, പക്ഷെ ആ കുഞ്ഞേച്ചിയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവുകയാണ് സത്യാമ്മയോടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, താൻ എപ്പോഴും എടുത്തു ചാടിയാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. അങ്ങനെ കൂടെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും സീമന്തത്തിന് ശാലിനിയും കൂടെ വരാനുള്ള എന്തെങ്കിലും വഴിയൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സത്യാമ്മയെ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സമ്മതിപ്പിക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു രോഹിത്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും ശാലിനിയും ശാരികയുമാണ്. ശാരദാമ്മയും ശാരികയും ഫംഗ്ഷന് പോകാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശാലിനി ഉപദേശിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ശ്യാമയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ചെന്നില്ലെങ്കിൽ വിഷമമാകും, നിങ്ങളാണ് ചെല്ലേണ്ടതെന്നൊക്കെ പറയുന്നു. ശാരിക എപ്പോൾ പറയുന്നുണ്ട്, നിന്നെ ക്ഷണിക്കാത്തിടത്തോട്ട് ഞാൻ എങ്ങനെയാണ് പോവുക എന്നൊക്കെ. ശാലിനി എപ്പോൾ പറയുന്നുണ്ട്, അതിന് കാരണം ശ്യാമയല്ലല്ലോ സത്യാമ്മയല്ലേ എന്നൊക്കെ പറയുന്നു. അവൾക്ക് എന്നെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സത്യാമ്മ അതിന് സമ്മതിക്കത്തില്ല. അത് മാത്രമല്ല, എന്റെ കാര്യം ഓർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാകും. അതിന്റെ കൂടെ നിങ്ങൾ കൂടി ചെന്നില്ലെങ്കിൽ അവൾക്ക് വലിയൊരു വേദനയാകുമെന്നൊക്കെ പറയുന്നു. ശാലിനി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ശാരദാമ്മയും ശാരികയും. അവസാനം ശാരദാമ്മ സമ്മതിക്കുന്നുണ്ട് ഞാൻ പോകാമെന്ന്. പിന്നീട് വിഷ്ണു വിഷമിച്ചിരിക്കുന്ന സമയത്ത് സത്യാമ്മ അവിടേക്ക് വരുന്നു. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, നീ ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ എന്ന്. വിഷ്ണു അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത്തും വിഷ്ണുവിന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. സത്യാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരും എന്താണ് മിണ്ടാത്തത്, ഒരുമാതിരി മരിച്ച വീട് പോലെയാണല്ലോ എല്ലാവരും ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെ. സത്യാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനെന്നൊക്കെ. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുന്ന കാര്യമൊക്കെയാണെന്ന്. സത്യാമ്മ എപ്പോൾ പറയുന്നുണ്ട്, ചടങ്ങിനാണെങ്കിൽ എല്ലാവരെയും വിളിച്ചല്ലോ, ഇപ്പൊ എല്ലാവരും വരുമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ ദേഷ്യപ്പെടുന്നു. ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ശാലിനി അങ്ങ് മറന്നോ, നിന്റെ മരുമകളാണെന്നുള്ള കാര്യം കൂടെ നീ മറന്നോ, പക്ഷെ ശ്യാമയുടെ ചേച്ചിയാണെന്നൊക്കെ പറയുന്നു. ശാലിനിയാണ് ചടങ്ങിൽ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാമ്മ പറയുന്നു, ശാലിനി പ്രഗ്നന്റ് ആണെന്ന് കരുതി അവളെ ഞാൻ ഹൃദയത്തോട് ചേർത്താണ് സ്നേഹിച്ചത്. അവളുടെ ചടങ്ങ് പോലും ഞാൻ വലിയ ആഘോഷമാക്കി നടത്താനൊക്കെ തുടങ്ങി. എന്നിട്ട് പോലും അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അവൾ മനസ്സിൽ വെച്ചെല്ലാം ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ മകന്റെ ഭാര്യ ഈ വീട്ടിൽ നല്ലൊരു ഭാര്യയായിട്ട് ഉണ്ടാകണമെന്ന് കരുതി. പക്ഷെ അവളുടെ അമ്മ വിചാരിച്ചത് അവൾ ഒരു കളക്ടർ ആകണമെന്നാണ്. എന്നിട്ട് അവൾ അവളുടെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ മൊത്തം ചെയ്തതെന്ന് പറയുന്നു. എന്റെ മകനെ കൊണ്ട് അവളാണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് വരെ കള്ളം പറയിപ്പിച്ചെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ശാലിനി അല്ല തെറ്റുകാരി, അതിന് ഞാനാണ് തെറ്റുകാരി എന്നൊക്കെ പറയുന്നു. ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞതാണ്, അമ്മ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ. ആ സമയത്ത് രോഹിത് ആണെങ്കിൽ പറയുന്നുണ്ട്, ഒന്ന് ആലോചിച്ചു കൂടെ എന്നൊക്കെ. സത്യാമ്മ പറയുന്നുണ്ട്, അവളാണെങ്കിൽ ശ്യാമയുടെ ചേച്ചി കൂടാണെന്ന് ചിന്തയുണ്ടെങ്കിൽ അവളാണെങ്കിൽ ആരെ ക്ഷണിക്കാതെ ഈ വീട്ടിലേക്ക് വരട്ടെ എന്ന്. അതിനുശേഷം അവൾ എല്ലാവരോടും പറയട്ടെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ. അതിനുശേഷം സത്യാമ്മ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ് നിലത്തേക്ക് ഒഴിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനി ഒരു ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്